ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറയല്ല, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോധമില്ല. അതായത് ഞാൻ സ്വപ്നം കാണുവാണോ അതായത് ഉള്ളതാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിരുന്ന ആ ഒരു റൂമിൻ്റെ ഡോർ തുറന്ന ഒരാൾ കയറി വരുന്ന വേറെ ആരും നമ്മുടെ ശ്രുതിയായിരുന്നു കേട്ടോ. ആ ഒരു ലൈവ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. ഞാൻ ഞെട്ടിത്തെറിച്ച് ഞാൻ ആ ഒരു ലൈവ് സമയത്ത് എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നേ. കാരണം ഞാൻ എന്ത് സ്വപ്നം വല്ലതുമാണ് ഞാൻ ഈ കാണുന്നത്, എന്ത് നടക്കുന്നതെന്ന്. അങ്ങനെ എല്ലാവരും കൂടി കയറി വന്നതാണ് കേട്ടോ. സാബുങ്കള്, സരിത കുഞ്ഞമ്മ, നമ്മുടെ ശ്രീഹരി, ശ്രുതി എല്ലാവരും കൂടി വന്നേക്കുവാണ്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ശ്രുതിയെ അറിയാം. അതായത് നമ്മുടെ ലേസി ഷോ വിത്ത് ശ്രീ ആണ് കേട്ടോ ഗൈസ് വന്നേക്കുന്നത്. എറണാകുളത്ത് നിന്ന് എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് കയറി വന്നേ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ അവൾ 2 ദിവസം ലീവ് എടുത്തു. അതുപോലെ നമ്മുടെ ശ്രീഹരിക്ക് ഇനിയിപ്പോൾ 2 മാസം വെക്കേഷൻ അല്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എല്ലാവരും. ഓ എനിക്ക് വയ്യ, അത് കണ്ടില്ല. ഓ മോനെ, ശ്രുതിക്ക് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവൾ നമുക്ക് ലഡുവും അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ പാടെ തന്നെ ഞാൻ ഇതൊക്കെ കാത്തിരുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ കിട്ടിയ പാടെ എനിക്ക് എന്തോ കഴിക്കണമെന്ന് അറിയത്തില്ല. കൊണ്ടുവന്ന പാടെ ഒരു പഫ്സ് കഴിച്ചു, കട്ട്ലറ്റ് കഴിച്ചു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കേക്ക്, ലഡു എല്ലാം കൂടി ഞാൻ ഒറ്റ ഇരിപ്പിലിരുന്ന് തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ലൈവ് ചെയ്യാൻ നേരം ഞാൻ റെഡി ആയിട്ടിരുന്നതാണ്. പിന്നെ ആ കോലത്തിൽ തന്നെ പിന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല, അത് അതുപോലെ എടുത്ത് വെച്ച് കഴിക്കുകയാണ്. അങ്ങനെ കിട്ടിയ പാടെ എന്നെ എന്തൊക്കെ കഴിക്കാൻ പറ്റും അതെല്ലാം ഞാൻ ഒറ്റ ഇരിപ്പിനിരുന്ന് കഴിച്ചേട്ടോ. കേക്കൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, അന്നേരം ആരും വീഡിയോ എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. ശ്രീഹരി റൂമിലോട്ട് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞടാ ഇതെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് സഹായിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അവർ വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് തന്നെ 12:30 12:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി, ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ സലാഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്നും കഴിക്കാൻ പോയില്ല കേട്ടോ, കാരണം എനിക്ക് എല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചിട്ട് എൻ്റെ വയറെല്ലാം ഫുള്ളായി ഒരു പരിവായിട്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും കഴിക്കാൻ പോയില്ല. പിന്നെ ഒരു കഷ്ണം പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു. പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീഹരി ആരോമിലോട്ട് എങ്ങോട്ടൊക്കെ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ കോലം ഇപ്പോൾ ഇതാണ് കേട്ടോ. കാരണം ഞാൻ ലൈവോ വീഡിയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കട്ടിലിൻ്റെ കോലം ഇതായിരിക്കും. പിന്നെ അവർ കൊണ്ടുവന്ന ബാഗും എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ഒരാൾ ഉച്ച ഉറക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു, ഒരു 4 മണിയൊക്കെ ആയി. അതിന് ശേഷം ഞങ്ങൾ ഈ ചോറ് നമ്മളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ബില്ലയ്ക്ക് കൊടുക്കാനാണെന്നത്, ബില്ലയ്ക്കല്ല, ഇത് ഞാൻ കോഴിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതുവഴി ബില്ലേ കൂട്ടി കയറ്റണം. കാരണം കോഴിക്കൂട് തുറക്കുമ്പോൾ തന്നെ ബില്ല് അങ്ങോട്ട് ഓടി വരും. ബില്ല് അവർ ഉപദ്രവിക്കത്തില്ലെങ്കിൽ കൂടിയും അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ അതിന് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബില്ലേ കൂട്ടി കയറ്റാൻ വേണ്ടിയിട്ട് അവനെ ചോറ് കാണിച്ച് ഇങ്ങനെ നമ്മൾ പ്രലോഭിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ അവൻ ഒരു രീതിയിൽ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ എങ്ങനെയാണ് ഓട്ടിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവൻ എങ്ങനെയാണ് ഞങ്ങൾ ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേപ്പിച്ചെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇത് എന്തായി കാണിച്ചിരുന്നത്, വേറെ ഒന്നുമില്ല, ഓടി പൂച്ചയെന്ന് നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് അവൻ ഇനി എന്തൊക്കെ എന്ത് അടവ് കാണിച്ച് കിടന്നാലും ആ ഒരു ഡയലോഗ് കേട്ട ആളിറങ്ങി ഓടും. അതായത് നമ്മളെങ്ങോട്ടേക്കാണോ ഓടുന്നത് അങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ അവന് മനസ്സിലാവും പൂച്ച എവിടെയും നിൽപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം ആൾക്ക് പൂച്ച അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ ശത്രു ആയതുകൊണ്ട് തന്നെ പൂച്ചയെന്ന് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് എണീറ്റ് വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് അവനെ നമ്മൾ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് അവനെ കൂട്ടി കയറ്റിയതിന് ശേഷം നമ്മൾ ലാസ്റ്റേക്ക് അയച്ചു വിട്ട്. കാരണം നമ്മളെപ്പോഴും അവനെ കൂട്ടി കയറ്റിയതിന് ശേഷമാണ് ലാസ്റ്റേക്ക് അയച്ചു വിടാറ്. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് അവരെ കൂട്ടി കയറ്റിയതിന് ശേഷം സന്ധ്യയ്ക്കാണ് നമ്മൾ വില്ലേനെ വീണ്ടും അയച്ചു വിട്ടിട്ട് രാവിലെ കൂട്ടി കയറ്റുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം റൂം ക്ലീനിങ്ങിനായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ പൊടിയും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി വൈകുന്നേരം ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സാബുങ്കൾ കുറേ പൊരിപ്പുകൾ മേടിച്ചു കൊണ്ടിട്ടുണ്ട്. പൊരിപ്പ് മീൻസ് ഈ എണ്ണപ്പലഹാരങ്ങളില്ലേ, ഞങ്ങളിവിടെ പൊരിപ്പെന്നാണ് പറയുന്നത്. അങ്ങനെ അത് മേടിച്ചുകൊണ്ടൊന്ന് കുറേ ആയിട്ടോ ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട്. ഇവിടെ അങ്ങനെ അധികം മേടിക്കാറില്ല. അങ്ങനെ സാബുങ്കൾ കുറേ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പല വശത്തായിട്ട് അതിരുന്ന് കഴിക്കുകയാണ്. ഈ എഗ്ഗ് വെച്ചിട്ടുള്ള സമൂസ, അതുപോലെ തന്നെ വെജിറ്റബിൾ സമൂസ, ചിക്കൻ സമൂസ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എത്ര എണ്ണം കഴിച്ചെന്ന് എന്തൊക്കെ കഴിച്ചെന്ന് ഒരു കണക്കുമില്ല. ഇന്നത്തെ ദിവസം അത്രയും ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതായിരുന്നു വൈകുന്നേരത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഒരു സൈഡിൽ ചപ്പാത്തി ആക്കുന്നുണ്ട്, പിന്നെ അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അപ്പവും ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു സൈഡിൽ റെഡി ആവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടുന്ന് ബോഡിയൊക്കെ കാണിച്ചു തന്നിട്ട് പറയുകയാണ്, ഞാൻ ജിമ്മിൽ പോവുകയാണ് ദേവ്, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ജിമ്മിൽ കയറാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആൾ അവിടുന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലത്തെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പവും മുട്ടക്കറിയായിരുന്നു, അത് ഞാൻ കഴിക്കാനെടുത്തു. ഇവിടെ ഒരാൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രുതി അവളുടെ വീഡിയോ എന്താ അവൾ എഡിറ്റിംഗ് ചെയ്യുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെന്ന് വെച്ചാൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. അന്നേരത്തേക്ക് ആരോമിൽ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് അവനുള്ള ഫുഡൊക്കെ അമ്മ റെഡിയായി കൊടുത്തു. അവൻ വേറെ ഫുഡൊന്നും കഴിക്കാറില്ല. അങ്ങനെ അതൊക്കെ റെഡിയായി കൊടുത്തു. അങ്ങനെ രാത്രിയിലത്തെ ഡിന്നർ എല്ലാവരും കഴിച്ച് ഓരോരോ വശത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഇതിപ്പം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. ലൈവൊക്കെ കഴിഞ്ഞിറങ്ങി. അതിനുശേഷം നമ്മുടെ സരിതക്കുഞ്ഞമ്മ കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. രാവിലത്തേക്കുള്ള അരിയൊക്കെ ആട്ടി വെക്കുവാണ്. അങ്ങനെ ആളത് റെഡിയായിക്കൊണ്ട് നിൽക്കുവാണ്. ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിടക്കാനായിട്ട് പോയി. അപ്പോൾ അതാണ്ട് എൻ്റെ ബെഡ് കയ്യേറി ഗൈസ്. 2 പേര് കയ്യേറിക്കുകയാണ്. നമ്മുടെ ശ്രീഹരി ശ്രുതി ഇറങ്ങിയിട്ടില്ല. ശ്രീഹരി നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗുഡ് നൈറ്റ്. ബിഗ് ബോസ് ഹൗസിൽ ശ്രീഹരി ഉറങ്ങിയിരിക്കുകയാണ്. ഹരി ഉറങ്ങുമായിരുന്നാടോ? അവൻ മിക്കവാറും എന്നെ അടിക്കും. ബൈ ശ്രീലക്ഷ്മി, ശ്രുതി, ബൈ ഗൈസ്. അപ്പോൾ ഞാനിനി കുറച്ച് നേരം ലൈവൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്, കാരണം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ജോലിയൊന്നും ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.